ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിലും പല വ്യത്യസ്തമായിട്ടുള്ള മറ്റ് സിറ്റുവേഷനുകളിലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ് ഒരു ഹോം മോണിറ്ററിംഗ് ക്യാമറ. ഹോം മോണിറ്ററിംഗ് ക്യാമറകൾ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിൽ നിൽക്കുന്ന സെയിം പ്രൈസ് പോയിന്റിലുള്ള ഹോം മോണിറ്ററിംഗ് ക്യാമറകൾ വെച്ച് ഈ ഒരു ക്യാമറയിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല ടോട്ടലി ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇതിനകത്ത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ഉണ്ട്. ആ ഒരു റെക്കോർഡിംഗ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് മുഴുവനും ഇന്ത്യയിൽ തന്നെയുള്ള സെർവറിൽ എൻക്രിപ്റ്റഡ് ആയിട്ടാണ്. സോ ഒരു പേടിയും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ്. CamEye HomeCam 360 എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. ആൻഡ് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ MI 360 എന്ന് പറഞ്ഞ ക്യാമറ, അതേപോലെ റിയൽമി സ്മാർട്ട് ക്യാം 360, TP ലിങ്കിൻ്റെ ടാപ്പോ, ക്യൂബോ ഹോം എന്നിങ്ങനെ കുറേയധികം പ്രൈസ് ബ്രാക്കറ്റിൽ സെയിം പ്രൈസ് ബ്രാക്കറ്റിലുള്ള ക്യാമറകളുണ്ട്. എന്നാൽ അവയിലെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറയാണിത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പെട്ടി കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഇത് അലക്സയുടെ കൂടെ വർക്ക് ചെയ്യുമെന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ iOS-ലും ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യും. പെട്ടിക്കകത്ത് നമുക്ക് ചെറിയൊരു പെട്ടിയുണ്ട്. അതിനകത്ത് നമുക്ക് പവർ അഡാപ്റ്ററും അതേപോലെ ഒരു മൈക്രോ USB കേബിളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസർ മാനുവൽ വരുന്നില്ല, അതിന് ഒരു ചെറിയ കാർഡിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് യൂസർ മാനുവൽ റീഡ് ചെയ്യാവുന്നതാണ്. സോ വളരെ നല്ലൊരു കാര്യമാണ്, പേപ്പർ സേവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിൻ്റെ അടിയിൽ നമ്മുടെ ക്യാമറയും ഇരിപ്പുണ്ട്. ക്യാമറ കയ്യിലെടുത്തപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇതിൻ്റെ ഷേപ്പ് ഏകദേശം നമ്മുടെ ഈ ചില ഫ്രേഗ്രൻസ് സ്പ്രേ ചെയ്യുന്ന ഓട്ടോമാറ്റിക് സ്പ്രേയറുകളില്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപസാദൃശ്യമാണ് ഇതിനുള്ളത്. ആൻഡ് മേ ബി ഇതിൻ്റെ കാരണം ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാമറയാണ് എന്ന് കണ്ടുപിടിക്കാതിരിക്കാനും കൂടെ ആയിരിക്കാം. എന്തായാലും ക്യാമറയുടെ ഫിസിക്കൽ ഓരോ നോക്കുകയാണെങ്കിൽ വളരെ വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കേസിങ്ങിൽ മുകളിലായിട്ട് ഇത് ഫ്രണ്ടിൽ നമുക്ക് ക്യാമറയുണ്ട്. ഈ ഒരു ക്യാമറയുടെ ചുറ്റും നമുക്ക് IR LEDകളുണ്ട് നൈറ്റ് വിഷന് വേണ്ടിയിട്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ചെറിയ മൈക്രോഫോൺ ഉണ്ട്, കെൻറ്റിൻ്റെ ബ്രാൻഡിങ്ങും പിന്നെ ഏറ്റവും താഴെ സ്റ്റേറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LED-യും ഉണ്ട്. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് സ്പീക്കർ ഉണ്ട്. സോ ഫ്രണ്ടിൽ മൈക്രോഫോൺ, ബാക്കിൽ സ്പീക്കർ. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കത്തിയിട്ടുണ്ടാവും. എന്തായാലും ഇനി താഴേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്ക് റൊട്ടേറ്റബിൾ ബേസ് ഉണ്ട്. ഇത് മോട്ടറൈസ്ഡ് ബേസ് ആണ്. ഇത് വഴിയാണ് നമ്മുടെ ക്യാമറ കറങ്ങുന്നത്. ആൻഡ് ആ ഒരു ബേസിൻ്റെ നടുവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്രൂ മൗണ്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ക്യാമറയുടെ അടിയിൽ വെക്കുന്ന പോലെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാൻഡിലൊക്കെ പിടിപ്പിക്കണമെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു സ്ലോട്ട് SD കാർഡ്, മൈക്രോ SD കാർഡ് ഇടാനായിട്ടുള്ള സ്ലോട്ട് ഉണ്ട്. ആൻഡ് ഒരു ചെറിയൊരു റീസെറ്റിൻ്റെ ഒരു ബട്ടണും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ഓറിയയിലുള്ളത്. ആൻഡ് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറും കൂടിയാണ്. സോ ഇത്രയുമാണ് ക്യാമറയുടെ ഔട്ട് സൈഡിലുള്ളത്. സോ ക്യാമറ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇനിഷ്യലി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളതിൻ്റെ ഒരു QR കോഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. CamEye എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ബോത്ത് iOS-ലും ആൻഡ്രോയിഡിലും ഉണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ക്യാമറ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്യാമറ ആഡ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയുടെ ബാക്കിൽ ചെറിയൊരു സീരിയൽ നമ്പറിൻ്റെ QR കോഡ് ഉണ്ട്. അത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങളുടെ വീട്ടിലുള്ള വൈഫൈ കണക്ഷൻ ഏതാണോ ആ ഒരു കണക്ഷൻ്റെ പേരും പാസ്വേഡും എല്ലാം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു QR കോഡ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ ജനറേറ്റ് ആവും. ഈ ഒരു QR കോഡ് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്കാനിങ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ഇതിനകത്ത് സ്റ്റേറ്റസ് കാണിക്കുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ വൈഫൈയുമായിട്ട് ഈ ഒരു ക്യാമറ കണക്റ്റ് ആവുകയും ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് പെയർ ആവുകയുമാണ് ചെയ്യുന്നത്. സോ ഈ ക്യാമറ കണക്റ്റ് ആവുന്നത് 2.4 GHz വൈഫൈയിലാണ്. സോ ലോങ് റേഞ്ച് വൈഫൈയിലാണ് കണക്റ്റ് ആവുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ റൂട്ടർ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും ഈ ഒരു ക്യാമറ കണക്റ്റ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഒരു 360 ഡിഗ്രി ക്യാമറയാണ്. അതായത് നിങ്ങൾക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ബേസിലൊരു മോട്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അതുവഴി നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും മുഴുവനായിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ ക്യാമറ മൊഡ്യൂൾ മുകളിലേക്കും താഴേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 360 ഡിഗ്രിയുടെ ഒരു വ്യൂ ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലുള്ള ചെറിയ ആ ഒരു കീപാഡ് കൺട്രോൾസ് വഴിയും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അത് 1080p റെസൊല്യൂഷനിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് 6 ഇൻഫ്രാറെഡ് LED-കളുണ്ട്. ഏകദേശം 30 ഫീറ്റ് വരെ നൈറ്റ് വിഷൻ തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് നൈറ്റ് വിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആക്കാനായിട്ട് സംവിധാനവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ക്യാമറ വെച്ചിട്ട് പോയി പെട്ടെന്ന് ലൈറ്റ് പോവുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നൈറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് വളരെ നല്ലൊരു വിഷനും കൂടെ തരുന്നതാണ്. ഇനി അതുപോലെ ഇതിനെ വ്യത്യസ്തമാക്കുന്ന വേറൊരു ഫീച്ചറാണ്
മോഷൻ ട്രാക്കിംഗ്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ റൂമിനകത്തൊക്കെ ആരെങ്കിലും കയറി വരുവാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഹ്യൂമൺ ആണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ഒരു ഹ്യൂമണിനെ ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. സോ വളരെ യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് ചില സമയത്തൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്യാമറ ആംഗിൾ മാത്രമേ കിട്ടുള്ളൂ. ഇത് ഹ്യൂമൺ മൂവ്മെൻറ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഇതിനകത്ത് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് ടോട്ടലി മുഴുവനും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു മെമ്മറി കാർഡ് ഇടുവാണെങ്കിൽ, സോ മെമ്മറി കാർഡ് ഏകദേശം 128 GB വരെയുള്ള മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആൻഡ് മെമ്മറി കാർഡിൽ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വൈഫൈയുടെ ആവശ്യമില്ല, പവർ മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വരാവുന്ന ഒരു പേടി, ശരിയാണ്, ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു, അതിനുശേഷം സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോയ കൂട്ടത്തിൽ നമ്മുടെ ക്യാമറയും കട്ടുകൊണ്ടുപോയി എങ്കിൽ മെമ്മറി കാർഡിലാണ് സകലതും സ്റ്റോർ ആവുന്നതെങ്കിൽ മെമ്മറി കാർഡ് ഉൾപ്പെടെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ഫൂട്ടേജ് കിട്ടുക എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനാണ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കുറേയധികം അലേർട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. സോ ഓരോ അലേർട്ടിനും നിങ്ങൾക്ക് ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് ക്ലൗഡിൽ തന്നെ ആ ഒരു അലേർട്ടിൻ്റെ 12 സെക്കൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡായി സ്റ്റോർ ആവുന്നതായിരിക്കും. സോ പാസ്റ്റ് 7 ദിവസങ്ങൾ വരെയുള്ള റെക്കോർഡിംഗ്, ഓരോ അലർട്ടുകളുടെയും 7 ദിവസം വരെയുള്ള റെക്കോർഡിങ്ങുകൾ നമുക്ക് ക്ലൗഡിൽ അവൈലബിൾ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇത് പോരാ, നിങ്ങൾക്ക് കുറേയധികം ക്ലൗഡിൽ റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നത് ഒരു ഡിവൈസിലാണ്. എന്നാൽ 3 ഡിവൈസുകൾ വരെ എനിക്ക് ലൈവ് സ്ട്രീമായി കാണാനായിട്ട് പറ്റണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. അത്തരത്തിലുള്ള പ്ലാനുകൾ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ റെക്കോർഡിങ്ങും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സും ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു കാശും കൊടുക്കാതെ ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് SD കാർഡിൽ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതും ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ലൈവായിട്ട് സ്ട്രീം ചെയ്ത് കാണാനായിട്ട് പറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ ഓരോ അലേർട്ടിനും 12 സെക്കൻഡ് വരെയുള്ള വീഡിയോ ഫൂട്ടേജസ് ലാസ്റ്റ് 7 ഡേയ്സിൻ്റെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതുമാണ് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഇനി അലേർട്ടുകളുടെ കാര്യത്തിൽ ഇതിനകത്ത് ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് ഒരു മനുഷ്യനാണ് വരുന്നതെങ്കിൽ അത് ഹ്യൂമൺ ആണ് എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിൻഡോ ഉണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്, അവിടെ മാത്രം അതിൽ കൂടെ ആരെങ്കിലും ചാടി വന്നാൽ മാത്രം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്താൽ മതിയെങ്കിൽ ആ ഒരു വിൻഡോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ മാത്രമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നോയ്സ് ലെവൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല, നിങ്ങൾ വീടൊക്കെ പൂട്ടിയിട്ട് പോയി, അപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്നാൽ വീട്ടിനകത്ത് ആരെങ്കിലും കുത്തിത്തുളച്ചൊക്കെ വരാനായിട്ട് 2-3 കൊട്ടും തട്ടും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു നോയ്സ് വരും. ആ നോയ്സ് ഇതിനുള്ള മൈക്രോഫോണിനകത്ത് ക്യാപ്ചർ ചെയ്ത് നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എത്ര നോയ്സ് കേട്ട് കഴിഞ്ഞാലാണ് എന്നെ അലർട്ട് ചെയ്യുന്നതെന്ന്. സോ നമ്മളൊരു നോയ്സിൻ്റെ ത്രെഷോൾഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നോയ്സ് കേട്ട ഉടനെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, ഇങ്ങനെ ഒരു നോയ്സ് അവിടെ കേട്ടു എന്നും. ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഫുട്ടേജ് കണ്ട് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ സപ്പോസ് നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഫോണിനകത്ത് ഇൻ്റർനെറ്റ് ഇല്ല, ആ സമയത്താണ് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് ആരോ കയറി വരുന്നത് അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നത്, സോ നിങ്ങളെ അലർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിൽ ഇതിനകത്ത് ഇൻട്രൂഡർ അലാം അല്ലെങ്കിൽ സൈറനിൻ്റെ ഫീച്ചർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചർ നിങ്ങളിതിൽ ഓൺ ആക്കി വെക്കുവാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇതിനകത്ത് വളരെ ലൗഡായിട്ടുള്ളൊരു സൈറൻ്റെ ശബ്ദം പുറപ്പെടുവിക്കും. അതുകൊണ്ട് തന്നെ അത് കേട്ടിട്ട് അയൽക്കാർക്ക് ആർക്കെങ്കിലും വന്ന് എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് പറ്റും. സോ അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി ഇത്രയും നേരം നമ്മൾ വിളിക്കാത്ത അതിഥികളെ എങ്ങനെ മോണിറ്റർ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടികൾ കരയുവാണ് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കണം, അതേപോലെ അവർക്കും നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 2-way കോളിംഗ് ഫീച്ചർ ഉണ്ട്. സോ ഇതിനുള്ളിലുള്ള മൈക്രോഫോണും സ്പീക്കറും ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇതിലുള്ള മൈക്രോഫോണിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് ഇതിലുള്ള കാര്യം കേൾക്കാനും നിങ്ങളുടെ ഫോണിലെ മൈക്രോഫോണിലൂടെ സംസാരിച്ചാൽ ഇതിലുള്ള സ്പീക്കറിലൂടെ അവരെ എത്തിക്കാനും സാധിക്കും. സോ ഒരു 2-way കോളിംഗ് ഫീച്ചറും ഉണ്ട്. ആൻഡ് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അലക്സ വഴിയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ വീട്ടിൽ അലക്സയുടെ എക്കോ ഷോ അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ഉള്ള ഡിവൈസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൂട്ടേജ് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ സംസാരിക്കാനായിട്ടും പറ്റും, അലക്സ വഴി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് CamEye മൈക്രോഫോണിലൂടെയാണ്. സോ ഏകദേശം ഈ ഒരു സൗണ്ട് ക്വാളിറ്റി മൈക്രോഫോൺ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരുവിധം നിങ്ങൾക്ക് ഐഡിയ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് കെൻറ്റിന്റെ ക്യാമറയിലുള്ള സ്പീക്കറിലൂടെയാണ്. സോ ഏകദേശം ഈ ഒരു ശബ്ദത്തിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ലൗഡ്നെസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട്
സെറ്റ് ചെയ്യാവുന്നത്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രൈവസി മോഡാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുവാണ്, ആ സമയത്ത് നിങ്ങളെ വെറുതെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രൈവസി മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ തൽക്കാലത്തേക്ക് ഓഫ് ആവും. നിങ്ങളുടെ കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യുകയോ മൈക്രോഫോണോ ഒന്നും വർക്ക് ചെയ്യാതെ ടോട്ടലി ഇൻകോഗ്നിറ്റോ മോഡ് പോലെ ഇരിക്കും. ഇനി ഈ പ്രൈവസി മോഡിൽ തന്നെ വേറൊരു ലെവലിലും കൂടി ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഉപയോഗിച്ച് പ്രൈവസി മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫും ആക്കാനായിട്ട് പറ്റുന്നൊരു ഫീച്ചർ. സോ നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണും വീട്ടിലാണ് എങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് ആ ഒരു ക്യാമറ ഓഫ് ആവും. എന്നാൽ നിങ്ങൾ പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് പുറത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഓൺ ആവുകയും ചെയ്യും. ഇതും കിടിലനായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി ഇത്രമാത്രം ഫീച്ചറുള്ള ഈ ഒരു പ്രൊഡക്റ്റ് 4990 രൂപയാണ് ഇതിൻ്റെ MRP. പക്ഷേ ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ ലോഞ്ച് പ്രൈസ് ആയിട്ട് 2999 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ക്യാമറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ഒരു ബാക്കി ക്യാമറകളുടെ ഒരു കമ്പാരിസൺ ഇടാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ കോമ്പറ്റീഷനിലുള്ള മറ്റ് ക്യാമറകളിൽ വെച്ച് എന്താണ് ഇതിനകത്ത് പ്രത്യേകമായിട്ടും വരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന്. ഇനി ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ടെങ്കിലും എനിക്ക് ഇതിനകത്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്ന് തോന്നിയൊരു കാര്യം ആപ്ലിക്കേഷൻ സൈഡിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. അതായത് ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും ഒരേ വൈഫൈ നെറ്റ്വർക്കിലാണ് നിങ്ങളുടെ ക്യാമറയും ഫോണുമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് കിടലായിട്ട് കാണാൻ പറ്റും നെറ്റില്ലാണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഞാൻ വീട്ടിൽ വൈഫൈ ഉള്ളപ്പോൾ മൊബൈൽ ഡേറ്റയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ലൈവ് സ്ട്രീം കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ലൈവ് സ്ട്രീം വരാൻ കുറച്ച് താമസിക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡിൻ്റെ ഒരു ഡിലേ വരുന്നുണ്ട്. വൈഫൈയിൽ അതേ നെറ്റ്വർക്കിലാണെങ്കിൽ ചടപടയെന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിലേ മേ ബി ഫേംവെയർ അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാമെന്ന്. അതൊരു വലിയ പ്രശ്നമല്ല. എന്നാൽ പോലും എന്താ പറയുക, ആ ഒരു വൈഫൈയിൽ കിട്ടുന്ന ഒരു സ്പീഡ് എനിക്ക് മൊബൈൽ ഡേറ്റയിൽ കണ്ടില്ല എന്നുള്ളതാണ്. ആപ്പ് അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാവുന്ന നിസ്സാരമായിട്ടൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ക്യാമറ വൈസ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റുകളും പറയാനായിട്ടില്ലാത്ത ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ ഒരു കെൻറ്റിൻ്റെ CamEye എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.